ഹീറോയിസം. അവർ രക്തസാക്ഷികളാണ്, അവർ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് കൊണ്ടാടുന്നു. ഇത് ഈ നാട്ടിലല്ലാതെ വേറെ ഒന്നും നടക്കില്ല. ഞാൻ ചേർത്തലയിൽ വർഗീസ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു CPI കാരനുണ്ടായിരുന്നു, മരിച്ചു കാണും. ഇപ്പോൾ ഞാൻ കാണുമ്പോൾ തന്നെ നല്ല പ്രായമാണ്. അപ്പോൾ അങ്ങേരന്ന് ഈ അവിടുത്തെ ചേർത്തല പോലീസ് സ്റ്റേഷൻ ആക്രമണം കഥ എന്നോട് പറയും. പോലീസ് സ്റ്റേഷൻ എടപ്പള്ളിയിൽ മാത്രമല്ല, വ്യാപകമായിട്ട് ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ ചേർത്തല പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിട്ട് 25 പേരെ തീരുമാനിച്ചു. വന്നപ്പോൾ 7 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ പേടിച്ച് മാറി. ഈ 7 പേര് കൂടി പോലീസ് സ്റ്റേഷനിൽ കയറുക, പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് താക്കോല് തട്ടിപ്പറിക്കുക, ലോക്കപ്പ് തുറക്കുക. ലോക്കപ്പിൽ ആരെങ്കിലും ഒരാൾ 1-2 പേരുണ്ടാവും. അവരിറങ്ങി പോയാൽ പോയി, പോയില്ലെങ്കിൽ പോയില്ല. ഇതാണ് സമരം. ഇവരവിടെ പോയി കഴിയുമ്പോൾ പോലീസുകാരൻ തൂണും ചാരിയിരുന്ന് ഉറങ്ങുന്നു. തോക്കിങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്, കൈ ഇങ്ങനെ മറന്നിരിക്കുന്നു, കൈക്കുള്ളിൽ താക്കോലുണ്ട്. അപ്പോൾ എളുപ്പമായി ഇവർ പോയി കയ്യിൽ നിന്ന് ഈ താക്കോലെടുക്കുകയും ഇയാൾ ഈ താക്കോലിൻ്റെ റിങ് അത് വിരലിൽ കൊളുത്തിയിട്ടിരുന്നു. താക്കോൽ പൊക്കിയപ്പോൾ കയ്യും അങ്ങ് പൊങ്ങി. കൈ പൊങ്ങി കഴിഞ്ഞപ്പോൾ ഇയാൾ ആറാം ചോദിച്ച് ഇയാൾ തോക്കെടുത്ത്. ഇവർ പരിഭ്രമിച്ചു പോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലാതെ തിരിച്ച് മുറ്റത്തേക്ക് ചാടി ഓടി പുറത്തേക്ക്. ആകെ നിരാശരായിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.